കെ.സി. തന്നെ അയയാതെ സതീശൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ 4 മണിക്ക് ആരംഭിച്ചു. വൈകിട്ട് 7 മണിയോടുകൂടി ചർച്ച അവസാനിച്ചു. സമവായമായില്ല. സതീശൻ ഉടക്കി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന് 47 MLA-മാരുടെ പിന്തുണയുണ്ട്. കോൺഗ്രസിൻ്റെ പാരമ്പര്യമനുസരിച്ച് MLA-മാരുടെ പിന്തുണ തന്നെയാണ് പ്രധാനമായും പരിഗണിക്കുക. അത്തരത്തിലാണ് ഇന്നും യോഗത്തിൽ പരിഗണിച്ചത്. കെ.സിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത്. 47 MLA-മാരുടെ ഭൂരിപക്ഷം കെ.സി. വേണുഗോപാലിനുള്ളത് ഹൈക്കമാൻഡിന് തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സതീശന് ഇന്ന് ആ യോഗത്തിൽ 20 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അവസരം ലഭിച്ചുള്ളൂ എന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ കെ.സി. വേണുഗോപാലാകട്ടെ 1.5 മണിക്കൂറോളം ഇന്നത്തെ യോഗത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. കെ.സി. വേണുഗോപാലിന് ഒപ്പം തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത് എന്നാണ് സൂചന. ഇന്ന് രാത്രിയിൽ തമിഴ്നാട്ടിലേക്ക് കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പോകുന്നുണ്ട്. വിജയ് ചാർട്ട് ചെയ്ത് അയച്ച വിമാനത്തിലാണ് രണ്ടുപേരും തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. വിജയ് നയിക്കുന്ന മന്ത്രിസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമുണ്ട്, അംഗത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകേണ്ടുന്ന അത്യാവശ്യമുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ തന്നെ കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മദ്രാസിലേക്ക് എത്തും. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി പിന്നീട് കന്യാകുമാരിയിലേക്ക് വരും. പിന്നീട് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ച് നാളെയോ മറ്റന്നാളോ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ദീപാദാസ് മുൻഷി ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കൂട്ടത്തിൽ 23 വരെ സമയമുണ്ടല്ലോ, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, 23-ന് മുൻപ് ഏത് സമയവും പ്രഖ്യാപിക്കാമല്ലോ എന്നുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാവരും സംയമനം പാലിക്കണം, ഫ്ലെക്സുകളെല്ലാം തന്നെ മാറ്റണം. UDF-ന് ഉണ്ടായ കനത്ത വിജയത്തിൽ അതിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സുകളെല്ലാം മാറ്റണം എന്നാണ് 3 പേരും അഭ്യർത്ഥിച്ചത്. ഇന്ന് സതീശൻ്റെ കടുംപിടുത്തം കൊണ്ടാണ് യോഗത്തിൽ ഒരു തീരുമാനമാകാതെ പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സതീശൻ നടത്തുന്ന PR വർക്കിൻ്റെ ഭാഗമായി മാധ്യമ സിൻഡിക്കേറ്റ് ഇത്തരമൊരു പ്രഖ്യാപനം കെ.സി. വേണുഗോപാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരരുത് എന്ന തരത്തിലുള്ള ഒരു ചർച്ച ഇന്ന് നടത്തുകയുണ്ടായി. അത് വി ഡി സതീശൻ്റെ PR വർക്കിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി, ഒരു ക്രൈസിസ് ആണ് ഇന്നുണ്ടാക്കിയത്. ഏതായാലും വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുള്ള PR വർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഇത്തരമൊരു പ്രതിസന്ധി എത്രയും വേഗം മാറും എന്ന് തന്നെയാണ് പ്രത്യാശിക്കേണ്ടത്. കെ.സി. വേണുഗോപാലിനെ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.